ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബൈറ്റ് പിക്ക് ഹെഡ്ഫോൺ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ പി സിയിൽ, പഴയ പി സികളിൽ വൈഫൈ ഇല്ലാത്ത പി സികളിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി നേരിടുന്ന പ്രശ്നമുണ്ട്. അതായത് നമ്മൾ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള കേബിളുകൾ വലിക്കേണ്ടത്, വളരെ ദൂരെ നമുക്ക് കേബിളുകൾ വലിക്കേണ്ടത്, ഈ ലാൻഡ് കേബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഡ്രില്ല് ചെയ്യേണ്ടതും വളരെ ലെങ്തി ആയിട്ടുള്ള കേബിളുകൾ വലിച്ചുകൊണ്ട് പോകേണ്ടതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ മോഡത്തിന് പിൻഭാഗത്ത് വളരെ ലാൻഡ് പോർട്ടിന്റെ ഒന്നോ രണ്ടോ ലാൻഡ് പോർട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു മൊഡ്യൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പി സിയിലേക്ക് ഈ ടി പി ഒരു USB ഡോങ്കിളാണ്. ഇത് നമുക്ക് USB കണക്ട് ചെയ്തുകൊണ്ട്, USB പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വൈഫൈ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ പി സിയിലോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ലാപ്ടോപ്പിലൊക്കെ ചിലപ്പോൾ വൈഫൈക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് വൈഫൈ എത്തിക്കാൻ വേണ്ടി സാധിക്കും. ആമസോണിലൊക്കെ USB വൈഫൈ അഡാപ്റ്റർ ഫോർ ഡെസ്ക്ടോപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള അഡാപ്റ്ററുകൾ കാണാൻ സാധിക്കും. ഇത് TP-Linkന്റെ വലിയ കുഴപ്പമില്ലാത്തൊരു അഡാപ്റ്ററാണ്. ഏകദേശം 600 രൂപ താഴെയുള്ളൂ. നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ പി സിയിൽ ഇത് വിൻഡോസ് 10 ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളും. കേസ് അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം ഇതിൻ്റെ ഡ്രൈവർ CD വരുന്നുണ്ട്. ജസ്റ്റ് ആ CD ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പി സിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ ഡിറ്റക്ട് ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ.